ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഇന്ന് നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രതിഷ്ഠാകർമ്മങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. വരൂ, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇത് ക്ഷേത്രത്തിൻ്റെ മെയിൻ ദ്വാരാണ്. ഇന്നത്തെ ഇവിടുത്തെ അന്നദാനവും പൂജയും വഴിപാടുകളും എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ജവാന്മാരാണ്. വർഷങ്ങളായി, അതായത് നമ്മളെ ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം എല്ലാ വർഷവും ഈ ധീര ജവാന്മാര് നമ്മൾക്ക് വേണ്ടി രാജ്യം കാത്തു സൂക്ഷിക്കുന്ന എല്ലാ വർഷവും ഇവർ ഭക്തി പുരസ്സരം ഇവിടെ അന്നദാനം നടത്താറുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇന്ന് ജമ്മുവിൽ നിന്ന് വരെ ആൾക്കാർ ലീവ് എടുത്ത് ഇവിടെ എത്തുകയും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഭഗവാനോടുള്ള വിശ്വാസം അതവരെ ജമ്മുവിൽ നിന്ന് വരെ ഇവിടെ വലിച്ച് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മഹത്തായിട്ടുള്ള കാര്യം. ആ ജവാന്മാർക്കും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആ ജവാന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം എന്നും നല്ലത് ഭവിക്കട്ടെ, എന്നും നല്ലത് വരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. സ്വാമി ശരണം. ഞാൻ ആ BSFന്റെ ധീര ജവാന്മാരെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ബിജു സാർ. ഇദ്ദേഹം ഒരു ഈ ക്ഷേത്രം തുടങ്ങിയ കാലഘട്ടം മുതൽ, അദ്ദേഹം ഡൽഹിയിലുള്ള സമയം മുതൽ ഈ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകനാണ്. അതുപോലെ സാർ, ഇദ്ദേഹവും BSFലാണ്. ഇദ്ദേഹം ജമ്മുവിൽ നിന്ന് നമുക്ക് ലീവ് എടുത്തിട്ട് ഈ പ്രോഗ്രാം കവർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. രാജീവ് സാർ, ഇദ്ദേഹവും ഇതുപോലെ ഡൽഹിയിൽ വന്ന അന്ന് മുതൽ ഈ ക്ഷേത്രത്തിൽ വരികയും അതുപോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്ന പോലെ, അതുപോലെ ദേവന്റെ വലിയൊരു ഭക്തനാണ്. ശബരിമല അയ്യപ്പൻ അല്ലെങ്കിൽ അയ്യപ്പൻ ധർമ്മശാസ്താവ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമ്മളെ എപ്പോഴും കാത്ത് സൂക്ഷിക്കുന്ന കാത്ത് സംരക്ഷിക്കുന്ന ഒരു ദേവ ചൈതന്യമാണ് അല്ലേ. അപ്പം അതിലൊക്കെ വളരെ വിശ്വാസികളാണ്. അതുകൊണ്ടാണ് ഇവർ ജമ്മുവിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലീവ് എടുത്ത് പോലും ഈ മണ്ഡലകാലത്ത് നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ഒരു ദിവസം പൂജ, എല്ലാ വർഷവും 3rd സാറ്റർഡേ അല്ലെങ്കിൽ 4th സാറ്റർഡേ ആണ് ഞങ്ങൾ ഇവിടെ പൂജ നടത്തുന്നത്. അതൊരു ദിവസത്തെ കംപ്ലീറ്റ് പൂജ, അന്നദാനം, ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടെ പോസ്റ്റിംഗ് പോയാലും ആ സമയത്ത് ഞങ്ങൾ ലീവ് എടുത്ത് ഇവിടെ വരാറുണ്ട്. അയ്യപ്പന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ലീവ് എടുത്ത് ഇതിന് പ്രത്യേകിച്ച് വരുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക്. പിന്നെ നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ കാത്തു നിൽക്കും. അതേപോലെ നമ്മളെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കും, ഇങ്ങനത്തെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്കൊരു ഉത്സവം മാതിരിയായിരുന്നു. സ്വാമി ശരണം. My name is Manikandan. I'm a part of managing committee of this Pushkar Ayyappa temple. This is a unique temple. It's called Sri Dharma Shastra temple. The idol is Sri Dharma Shastra with his consort Devi Prabha and son Satyaga. It's a rare idol seen in India, maybe in 1 or 2 other places. Dharma Shastra is very a strong God. He can bless us very, very kindly. So many devotees who are coming here are blessed with Sri Dharma Shastra. Swami Sharanam.
ഇനിയും വളരെയധികം കാര്യങ്ങളുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചും പറയാനുണ്ട്. അതിനിയും വരും വീഡിയോകളിൽ ഓരോന്നോരോന്നായിട്ട് നാഗദേവതയെക്കുറിച്ചും ശനിദേവനെക്കുറിച്ചും ദക്ഷിണാമൂർത്തി, ഗണപതി ഭഗവാൻ, അന്നപൂർണേശ്വരി ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് വരും വീഡിയോകളിൽ നമ്മൾ വിശദമാക്കി എല്ലാ ഭക്തജനങ്ങൾക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ പൂജകൾ എന്താണെന്നും പൂജകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ.